നൃത്തം ആനന്ദത്തിന്റെ കലയാണ്. അവതാരകരെയും ആസ്വാദകരെയും പ്രപഞ്ച താളത്തിലേക്ക് ലയിപ്പിക്കുന്ന ദൈവീകമായ ലയനമാണ് നൃത്തം. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന കലാബോധത്തെ സംഗീതത്തിന്റെയും അഭിനയത്തിന്റെയും താളത്തിന്റെയും ചരടിൽ കോർത്തിണക്കുമ്പോൾ അതൊരു മഹത്തരമായ സൃഷ്ടിയായി മാറുന്നു. നിങ്ങളുടെ മനസ്സിലെ കലാബോധത്തെ നൃത്ത ചുവടുകളാക്കി മാറ്റുവാൻ കലയും വിജ്ഞാനവും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിച്ച പ്രാണ ഇൻസൈറ്റിലൂടെ ഞാനും വരുന്നു. പ്രാണ ആശാ ശരത് കൾച്ചറൽ സെന്ററിലൂടെ കാത്തിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നടി ആശാ ശരത്തിന്റെ പേരിലുള്ള വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ കഥകളാണല്ലോ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിലുള്ള ഒരു സത്യാവസ്ഥ എന്താണെന്ന് പലർക്കും അറിയില്ല. ഇപ്പോഴും പലതരത്തിലുള്ള സംശയങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള കഥ? എങ്ങനെയാണ് ആശാ ശരത്ത് ഈ ഒരു തട്ടിപ്പിൽ ഇരയായത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ആശാ ശരത്തിന്റെ പേരിൽ ഇത്രയും തുകയുടെ ഒരു തട്ടിപ്പ് കേസ് വന്നത് ഒന്നും നമുക്കറിയില്ല. നമ്മൾ പലതരത്തിലുള്ള ഓരോരുത്തർ പറയുന്ന ഒരു വാർത്തകൾ കേൾക്കുകയാണ്. സത്യത്തിൽ ഇതിനൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത് HPC എന്ന് പറയുന്ന കമ്പനി ഇതുമായിട്ട് പുറത്തിറക്കിയ ഒരു പ്രാണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിലൂടെയാണ് ആശാ ശരത്ത് ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് നമുക്ക് മുന്നിലെത്തുന്നത്. ആ ഒരു പ്രാണ ആപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും അതുമായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിരുന്നത് നമ്മുടെ ആശാ ശരത്തായിരുന്നു. ആ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് കൂടുതൽ പ്രൊമോഷനും കാര്യങ്ങളും എല്ലാമായിട്ട് ആശാ ശരത്ത് പലതരത്തിലുള്ള പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നത്. ആശാ ശരത്ത് മാത്രമായിരുന്നില്ല ഇവരുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇതുപോലെ തന്നെ ഇതിലൊരു ഭാഗമായിരുന്നു നയൻതാര. കുറച്ച് മുന്നേ നയൻതാര ചെയ്ത ഒരു പരസ്യം, ഈ പ്രാണ ആപ്പിന് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു പരസ്യവും നമുക്കൊന്ന് കണ്ടുനോക്കാം. ലിസണേഴ്സ്, നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ കുഞ്ഞുമായ. ആ പുഞ്ചിരി, ആ കണ്ണിലെ തിളക്കം. ആഹാ, മായയുടെ കുറെ ഗോൾഡ് മെഡൽസ് ഉണ്ടല്ലോ. മായക്കുട്ടി ഭാവിയിൽ വലിയ ആളാവും. ഡോക്ടർ, എഞ്ചിനീയർ, സയന്റിസ്റ്റ്, ആസ്ട്രോനോട്ട്, പൈലറ്റ്, or even the prime minister. President. Wow, I love that confidence. ചേച്ചിയല്ലേ എപ്പോഴും റേഡിയോയില് പ്രാണ പ്രാണ എന്ന് പറയാറ്? പ്രാണ ഇൻസൈറ്റ് ആപ്പിലുമായൊക്കെ എന്തൊക്കെയാ ഇഷ്ടം? I love the teaching. എന്നാൽ നയൻതാര ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ടില്ലട്ട. ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങളെല്ലാം തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നയൻതാര തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞതാണ് എന്നാണ് കേൾക്കുന്നത്. നയൻതാര ഇപ്പോൾ എന്തായാലും ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ടില്ല. അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ നയൻതാര ചെയ്യുന്നില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇപ്പോൾ ഇതിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ആശാ ശരത്താണ്. ആശാ ശരത്തിലൂടെയാണ് ഈ പ്രാണ എന്ന് പറയുന്ന ആപ്പ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രാണയ്ക്കെതിരെയുള്ള ഒരു കേസിലാണ് ആശാ ശരത്ത് വൻ സാമ്പത്തിക തട്ടിപ്പിൽ ഇപ്പോൾ എന്താ പറയുക മുങ്ങിയിരിക്കുന്നത്. എന്നാൽ ആശാ ശരത്ത് ഇപ്പോൾ നാട് വിട്ടു എന്നാണ് കേൾക്കുന്നത്. ജാമ്യമില്ലാത്ത കേസിൽ ഇപ്പോൾ ആശാ ശരത്ത് ജാമ്യം തേടി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ആശാ ശരത്ത് ഇപ്പോൾ ഇല്ല, ഇവിടെ നിന്ന് നാട് വിട്ടിട്ടുണ്ട്. ആശാ ശരത്തിനെ കണ്ടെത്താനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നുണ്ട്. ഇതിലെ 1ാം പ്രതിയായിട്ടുള്ള ജോമോനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ നൽകിയിട്ടുള്ളൊരു പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ നവകേരള സദസ്സിൽ ഇയാൾ കൊടുത്തിട്ടുള്ള ഒരു പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം വന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയായിരുന്നു. അപ്പോൾ ഇയാളോട് ഇങ്ങനെ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ പ്രാണയുടെ ആപ്പും പറഞ്ഞിട്ട് ഇയാൾ ഈ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള സാധനങ്ങൾ വില കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ HPSC കമ്പനി ഈ സൂപ്പർ മാർക്കറ്റ് ഉടമയെ സമീപിക്കുന്നത്. എന്നാൽ ഇവരുടെ ഓരോ കാര്യങ്ങളിലൊന്നും ഇയാൾ വീണിരുന്നില്ല. ഈ സൂപ്പർ മാർക്കറ്റ് ഉടമ ഇതിൽ ആദ്യമൊന്നും താല്പര്യം കാണിച്ചിരുന്നില്ലെങ്കിലും ആശാ ശരത്താണ് ഇവരുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇയാൾ ഇതിന് സമ്മതിച്ചത് എന്നാണ് പറഞ്ഞത്. കാരണം ഇത്രയും വലിയ ഒരു നടി ജനങ്ങളെ ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഇവർ ഇതിന് നിന്നത്. കാരണം അതിന് മെയിനായിട്ടുള്ള കാരണം ആശാ ശരത്താണ് ഈ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതുമായിട്ടുള്ള പരസ്യം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇവർ ഈ ഒരു ഇതിൽ വീണ് പോയത്. കാരണം ഇത്രയും വലിയൊരു നടി തങ്ങളെ എന്തായാലും ചതിക്കില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഇവർ അതിൽ നിന്നത്. അവർ പിന്നെ അവരെ എടുത്തു പറയുന്നുണ്ട് ആശാ ശരത്ത് ഇതിൽ പിന്നിലുണ്ടായ കാരണമാണ് ഞങ്ങൾ ഇതിന് നിന്നത് തന്നെ. കാരണം ആ ഒരു നടിയോടുള്ള വിശ്വാസം കൊണ്ടാണ് ഇതിന് നിന്നത്. സ്വാഭാവികമായിട്ടും ആശാ ശരത്തിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീയുടെ മേൽ പല ആൾക്കെങ്കിലും ഒരു മതിപ്പുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനിയിൽ അവർ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനി നമ്മളെ ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് പല ആളുകളും അതിൽ പോയിട്ട് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ആശാ ശരത്തിൻ്റെ പേരിലാണ് പല ആളുകളും ആ ഒരു കമ്പനിയുടെ ചതിയിൽ പോയിട്ട് വീണിട്ടുള്ളത്.
പിന്നെ അതുമല്ല ഈ ഇടയിലായിട്ട് ആശാ ശരത്ത് കൊച്ചിയിൽ ഒരു വലിയൊരു വീട് തന്നെ പണിതിട്ടുണ്ടായിരുന്നു. കോടികൾ വിലമതിക്കുന്ന ഒരു വീട് പണിതിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ എന്താ പറയുക മമ്മൂട്ടിയെ വെല്ലുന്ന തരത്തിലുള്ള വീടാണ് പണിതിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പണം ഇത്രയും പണം എവിടുന്ന് കിട്ടി, അതിന് പിന്നിലുള്ള സ്രോതസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കോടിക്കണക്കിന് രൂപ എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ. പിന്നെ അത് മാത്രമല്ല ആശാ ശരത്ത് ഈ ഒരു കമ്പനിയിൽ ഭാഗമായതിൻ്റെ പേരിൽ 20 കോടി രൂപയാണ് ആശാ ശരത്തിന് കൊടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആശാ ശരത്ത് ഈ ഒരു തട്ടിപ്പിൽ ഉണ്ടായിട്ടുണ്ടോ അതോ ഈ ഒരു തട്ടിപ്പ് അറിഞ്ഞിട്ട് ഇതിന് കൂട്ടുനിന്നതാണോ അതോ അവരുടെ ഈ കമ്പനിയുടെ തട്ടിപ്പ് അറിയാതെ ആശാ ശരത്ത് അതിൽ പെട്ടുപോയതാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും ആശാ ശരത്തിനെ ഇപ്പോൾ കിട്ടിയിട്ടില്ല, ആശാ ശരത്ത് ഒളിവിൽ പോയിക്കാണ് എന്നൊക്കെ തരത്തിലുള്ള ന്യൂസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അവരെ കണ്ടു കിട്ടി ചോദ്യം ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം നമുക്ക് മുന്നിൽ എത്തുള്ളൂ.